ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ പുഡിംഗ് ആണ്. അപ്പം നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട, അതിപ്പോൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് പിന്നെ ആഡ് ചെയ്യാനുള്ളതാണ്. അതെല്ലാം മെൽറ്റ് ആവട്ടെ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, അത് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതവിടെ കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേയിൽ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കും. അത് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് സിറപ്പ് കുറച്ച് കൂടുതൽ ആക്കാനുള്ള രീതിയിൽ എടുത്തിട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ബൗളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഞാൻ പാൻ ആക്കിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കട്ടെ. അതിന് ശേഷം ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 സ്ലൈസ് ബ്രെഡാണ്. അതേപോലെ ഇത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ പകരം വേണമെങ്കിൽ ബണ്ണില്ല, അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ബർഗർ ബൺ പോലത്തെ ബണ്ണൊക്കെ എടുക്കാം. അതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അറിയാൻ വേണ്ടി പാൽ 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഷുഗർ ഇതപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരണം. ഇതിപ്പോൾ ഇതാ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം 2 എഗ്ഗ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ ഇടാം. ഞാനിത് അത് ജാറ് ഫുള്ളായതുകൊണ്ടാണ് അരഞ്ഞതിന് ശേഷം ഒഴിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ബ്രെഡ് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ എഗ്ഗ് കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അതും അടിച്ചു കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ഇട്ടിട്ട് നമ്മൾ പിന്നെ അടിച്ചു കൊടുന്ന് അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ട്രേ അല്ലേ, ആ ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമുക്കത് നല്ല ആവിയിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് ഞാനൊരു ബൗൾ നമുക്ക് ആ ട്രേ കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ട്രേ വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് അത് ഒന്ന് സെറ്റാവുന്ന വരെ നമുക്ക് അടച്ചു ഒരു 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അത് സെറ്റാവട്ടെ. നമുക്ക് അത് ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു പിന്നോ ഒരു സ്പൂണോ വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത് ആയിട്ടുണ്ടോ എന്നറിയാം. അത് ആ സ്പൂൺ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് നോക്കുന്നത്. സ്പൂൺ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അതായിട്ടുണ്ട്. അതപ്പോൾ ആയിട്ടുണ്ട്, ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മളെ വൈറലായ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. സംഭവം ടേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഈസിയാണ്. കയ്യിൽ ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബണ്ണ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ബർഗർ ബണ്ണില്ല, അതേപോലത്തെ ബണ്ണൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ടേസ്റ്റും ഉണ്ട് കേട്ടോ. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.